നമസ്കാരം. തൊണ്ണൂറ്റാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് കറന്റ് അഫയേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സിന്നർ സിനിമയിലെ നടനായ മൈക്കിൾ ബി ജോർദൻ ആണ്. മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാമിൽട്ടൺ സിനിമയിലെ നടിയായ ജെസ്സി ബേക്ലിയാണ്. മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സിനിമ സംവിധാനം ചെയ്ത പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സിനിമയിലെ സഹനടനായ സിൻ പെന്നെയാണ് മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വെപ്പൺ സിനിമയിലെ എമി മാഡിഗൻ ആണ്. മികച്ച വിഷ്വൽ എഫക്ട് സിനിമയാണ് അവതാർ ഫയർ ആൻഡ് ഐസ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജെയിംസ് കാമറൂൺ ആണ്. മികച്ച ഛായാഗ്രഹകൻ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ആയത് ഓട്ടമൻ ഡുറാൾഡ് ആർക്കോപ്പയാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ആനിമേഷൻ സിനിമയാണ് കെ പോപ്പ് ഡിമാൻ ഹണ്ടേഴ്സ്. 2026 തൊണ്ണൂറാമത് ഓസ്കാർ പുരസ്കാരം നടന്നത് ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചൽസിലാണ്. ഓക്കെ.